ഷെഫേ, ആ എന്നാ മോനെ? ഒരു ഡൗട്ട്. ആ നമ്മുടെ ഈ ഫോഴ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്താ സംഭവം? ഇതിലും ഒരു എടാ, രീതിയിൽ. ഫോഴ്സ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇതൊരു മിൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂറേ ആയിട്ടുള്ള ഒരു ഇറച്ചിയാണ്. ഓക്കെ. ഓക്കെ, അത് നമുക്ക് നമ്മുടെ എന്താ പറയുക, ചിക്കന്, അതുപോലെ തന്നെ ബീഫ്, വീല്, പോർക്ക്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു സീ ഫുഡ്, അതിൽ നിന്ന് എന്തിൽ നിന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ മിൻസ് ചെയ്ത് അല്ലെങ്കിൽ പ്യൂറേ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകിൽ ഒരു എമൽഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതൊരു ഫാറ്റ് ആവാം, അല്ലെങ്കിൽ ക്രീം ആവാം, അല്ലെങ്കിൽ ഒരു പെരാഡെ, അതായത് ബ്രെഡ്. പെനാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് എന്താ പറയുക, അതിൽ മിൽക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചിട്ട് അതിനെ പ്യൂർ ആക്കി എടുക്കുന്ന ഒരു ഇതാണ്, ഒരു ബൈൻഡിങ് ഏജന്റ് ആണ്. ഇതേതെങ്കിലും കൂടെ ചേരുമ്പോഴത്തേക്കിനാണ് ഈ ഒരു ഫോഴ്സ് മീറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഒരു 5 തരത്തിലുള്ള ഫോഴ്സ് മീറ്റുകളുണ്ട്. ഇപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡുകളെ വെച്ചിട്ടാണ് നമ്മളത് പറയപ്പെടുന്നത്. നമുക്ക് കൺട്രി സ്റ്റൈലിൽ നമുക്ക് ഫോഴ്സ് മീറ്റിനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാറ്റിൻ സ്റ്റൈലുണ്ട്, മൂസലിൻ സ്റ്റൈലുണ്ട്, എമൽഷൻ മെത്തേഡ് ഉണ്ട്. കൺട്രി സ്റ്റൈൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുരാതനമായിട്ടുള്ള ഒരു രീതിയാണ് അതിൽ നമ്മൾ പോർക്കിന്റെ മീറ്റും ഫാറ്റും നമ്മൾ എന്താ പറയുക ഹാൻഡ് മെയ്ഡ്, അതായത് നമ്മൾ ചോപ്പ് ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സീസണിങ്സ്, സ്പൈസസ് എല്ലാം ചേർത്തിട്ട് നമ്മൾ അതിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ സ്ട്രെയിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കുറച്ചുകൂടെ, അതായത് കൺട്രി സ്റ്റൈലിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ ഫൈനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് നമ്മൾ ഈ മീറ്റും ഫാറ്റ്സും സ്പൈസസും എല്ലാം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. ഇതിൽ കുറച്ചുകൂടെ സ്മൂത്തർ ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് ആദ്യത്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നത്. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞ നമ്മുടെ ഒരു മെത്തേഡ് ഗ്രാറ്റിൻ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ പ്രോട്ടീൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മൾ ഇപ്പോൾ പോർക്കിന്റെ മീറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ലിവറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒന്ന് പാർഷ്യലി കുക്ക്ഡ് അല്ലെങ്കിൽ പ്രീ കുക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് കൂൾ ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മൾ അതിനെ അരച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ അതിൽ വരിക. മുസലിൻ സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ നമ്മൾ ഈ പറയുന്ന മീറ്റുകളും അതുപോലെ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു ബേസിക് ബൈൻഡിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ക്രീമിനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓട്ടെ, എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുക. ഇത് നമ്മൾ സോസേജിൽ നമ്മളൊരു സ്റ്റഫിങ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫൈൻ ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് അതിൽ കിട്ടുക. ഇനി നമ്മൾ അഞ്ചാമതായിട്ട് പറഞ്ഞ നമ്മുടെ ഏത് മെത്തേഡായിരുന്നു ഓർക്കുന്നുണ്ടോ? ായിട്ട് നമ്മൾ പറഞ്ഞ എമൽഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് 5:4:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മളത് ചെയ്തെടുക്കുക. അതിൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മീറ്റിന്റെ അളവും, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ഫാറ്റ്സിന്റെ അളവും, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഐസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രപ്പോർഷനിൽ നമ്മൾ അത് എടുക്കുമ്പോഴത്തേക്കും ഇതിൽ സാധാരണഗതിയിൽ സീ ഫുഡ് അല്ലെങ്കിൽ ഫിഷിന്റെ ഐറ്റം നമ്മൾ ചേർക്കാറില്ല. ലീൻ ആയിട്ടുള്ള മീറ്റ്സ് ആണ് നമ്മൾ 5 ആ ഒരു പോർഷനിൽ നമ്മൾ എടുക്കുക, 5 പ്രപ്പോർഷനിൽ നമ്മൾ എടുക്കുക. 4 നമ്മൾ ഫാറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഐസും ആണ്. ഈ രീതിയിൽ നമ്മൾ അരച്ചെടുക്കുന്ന ഈ ഒരു എന്താ പറയുക ഫോഴ്സ് മീറ്റിന് നമുക്ക് നല്ല എന്താ പറയുക ഒരു മോയ്സ്ചർ കണ്ടന്റ്, നമ്മളത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ലൊരു മോയ്സ്ചർ കണ്ടന്റ് നമ്മളത് കഴിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ ഈ 5 എണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു ഫോഴ്സ് മീറ്റിൽ നമ്മൾ ഉപയോഗിക്കുക. ഏതൊക്കെയാണ് ഒന്നുകൂടി ഒന്ന് പറയാമോ? നമ്പർ 1 എസെൻഷ്യൽ അല്ല, നമ്പർ 1 ഏതായിരുന്നു? നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി സ്റ്റൈല്, പിന്നെ സ്ട്രെയിറ്റ് മെത്തേഡ്, പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ മുസലിൻ സ്റ്റൈലുണ്ട്, ഗ്രാറ്റിൻ സ്റ്റൈലുണ്ട്, പിന്നെ അതുപോലെ തന്നെ എമൽഷൻ മെത്തേഡ്. ഈ 5 മെത്തേഡാണ് നമ്മള് ഫോഴ്സ് മീറ്റിലുള്ളത്. ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ ഇത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയാൻ നമുക്ക് പലതരം സ്റ്റഫിങ്സുകൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ പാത്തേ, അതുപോലെ തന്നെ ഗ്യാലന്റൈൻ, അതുപോലെ തന്നെ റൊളേഡ്, ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ വെസ്റ്റേൺ കുസീനിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കിന് ഇതെല്ലാമാണ് ഈ ഒരു ഫോഴ്സ് മീറ്റ് ആണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്, പ്രധാന കീ കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ.